ഇറാനുമായി വാണിജ്യബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്തി അമേരിക്ക. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി വാണിജ്യബന്ധം തുടരുന്നുണ്ട്. ചൈനയാണ് ഇറാനുമായി ഏറ്റവും കൂടുതൽ വാണിജ്യ ഇടപാടുകൾ നടക്കുന്ന രാജ്യം. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിന് ട്രംപ് ഭയപ്പെടുന്നില്ലെന്നും US പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് പറഞ്ഞു. Well, I think one thing President Trump is very good at is always keeping all of his options on the table, and airstrikes would be one of the many options that are on the table for the commander-in-chief. Diplomacy is always the first option for the president. He's told all of you last night that what you're hearing publicly from the Iranian regime is quite differently from the messages the administration is receiving privately. And I think the president has an interest in exploring those messages. However, with that said, the president has shown he's unafraid to use military options if and when he deems necessary, and nobody knows that better than Iran. ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, ഇറാനുമായി വാണിജ്യബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫാണ് ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇറാനിലെ പ്രക്ഷോഭക്കാർക്ക് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ട്രംപ്. ഇന്നിപ്പോൾ ഇങ്ങനൊരു ട്രംപിന്റെ സ്ഥിരം അടവായ അല്ലെങ്കിൽ ആയുധമായ താരിഫ് ചുമത്തുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായും 25% അധിക താരിഫ് ചുമത്തുമെന്നാണ് അമൽ ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻതോതിലാണ് ഇറാനുമായി ഇടപാടുകൾ നടത്തുന്നത്. ഭാരതവും ഇറാനുമായി എണ്ണ ഇടപാടുകൾ നടത്തുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഏതെല്ലാം രാജ്യങ്ങൾക്കാണ് ഉടൻ തന്നെ ഇത് ബാധകമാവുക എന്നത് സംബന്ധിച്ചൊരു പട്ടിക അല്ലെങ്കിൽ ഉടൻ നടപ്പാകുമെന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ കൂടി ബാധകമാകുന്ന രാജ്യങ്ങളുടെ പട്ടികയും അത് സംബന്ധിച്ച് വിജ്ഞാപനം അത്തരത്തിലുള്ള നടപടികളിലൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഭാരതത്തിനെ വീണ്ടും ഈ താരിഫ് ചുമത്തുമോ എന്ന കാര്യത്തിൽ പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ അത് സാധ്യതയുണ്ട്. അതായത് നിലവിലെ 50% പുറമെ വീണ്ടും താരിഫ് വരികയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫ് ചുമത്തിയത് അതുപോലെ തന്നെ തുടരുകയാണോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നുവെങ്കിൽ കൂടി ഭാരതവും ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയില്ല എന്ന് കരോളിൻ ലെവിറ്റ് അറിയിക്കുകയും ചെയ്തത്. വിവിധ വശങ്ങൾ, അതായത് വിവിധ കാര്യങ്ങൾ ഏത് രീതിയിലാണോ ഇറാനുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ വിവിധ വശങ്ങൾ വളരെ കൃത്യമായി ട്രംപിന് അറിയാമെന്നും ഇറാനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള ലോകത്തുള്ള മറ്റേത് നേതാക്കളെയും പോലെയല്ലാത്ത അല്ലെങ്കിൽ നേതാക്കളെക്കാൾ ഉപരി ഇറാനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആളാണ് ട്രംപ് എന്ന നിലപാടാണ് കരോളിൻ ലെവിറ്റ് ഇപ്പോൾ അവർ പങ്കുവച്ച മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഇറാനിൽ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചൊതുക്കുന്ന ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ എതിരായ ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ടും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഭാരതവും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാണിജ്യബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ അധിക താരിഫിനുള്ള സാധ്യത 25% അധിക താരിഫിനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ആക്രമണത്തിനുള്ള സാധ്യതയുമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നതും അത് സ്ഥിരീകരിക്കുകയും പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് താരിഫ് ഭാരതത്തെ ബാധിക്കുക എന്നത് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇറാനുമായി വാണിജ്യബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.